നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പ്രവാചകന്മാരാണോ എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വലതുപക്ഷം ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്നൊക്കെ പറയും. അതിലെ ഓരോ സ്റ്റെപ്സും നമ്മൾ പറയാറുള്ളത് അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സംഭവിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വർഗീയ ചൊവ്വയുള്ള സംഘടനകളെ പങ്കിട്ടെടുത്തിട്ട് അവരുടെ വോട്ട് പങ്കിട്ടെടുത്തുകൊണ്ട് തങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച, അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തുടർന്ന് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോസ്റ്ററാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് എന്ന് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററും, അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറി, ഇപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല, മതരാഷ്ട്രവാദമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ VD സതീശൻ, ഇത് രണ്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ VD സതീശൻ്റെ മറ്റൊരു കുൽസിത പ്രവൃത്തിയും കൂടി നമ്മളുടെ ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ് അത് തന്നെ എടുത്തു വെച്ചിട്ട് നമ്മളുടെ വേട വാട എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മൾ സതീശ വാട എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. അതായത് ഇസ്ലാം വലിയ സമാധാന മതമാണെന്നും അതിലെ ഭരണഘടന വലിയ മാനവികത മുറ്റി നിൽക്കുന്ന സാധനമാണെന്നും അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉൾപ്പെട്ട ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കത്തിക്കയറുകയാണ് ആൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ തരത്തിൽ സമാധാനം വഴിഞ്ഞൊഴുകുന്ന ഒരു മതമായിരിക്കെ അതും കൊണ്ടുവന്ന് ഇന്നാ പിടിച്ച മക്കളെ സമാധാനം എന്നും പറഞ്ഞിട്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ ജീവനും കൊണ്ട് ഓടിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് ഒരു ചോദ്യം. മറ്റു പല സ്ഥലങ്ങളുണ്ട്, തൽക്കാലം നമുക്ക് അഫ്ഗാനിസ്ഥാൻ എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എല്ലാവർക്കും എളുപ്പം ഓർമ്മിപ്പിക്കാൻ എളുപ്പം ഇതാണ്. പ്രത്യേകിച്ച് അവിടെ ആ വിമാനത്തിൻ്റെ ചിറകൊക്കെ പിടിച്ചായിരുന്നു ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കി, അതിനകത്ത് വരെ ഒളിച്ചിരുന്നിട്ട് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് ഓടുക. ഇസ്ലാം ഇത്ര സമാധാനമാണ്, ഈ സമാധാനത്തെ ആളുകൾ പേടിക്കണതിന് അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ഒരു ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് വെക്കാനുള്ളത്, അത് താലിബാൻ അത് യഥാർത്ഥ ഇസ്ലാം അല്ല എന്നായിരിക്കും ഇനി അടുത്ത ഉത്തരം. അപ്പോൾ അവിടെ വെക്കുന്ന ചോദ്യമാണ്, താലിബാൻ ചെയ്ത കാര്യങ്ങളിൽ അനിസ്ലാമികമായത് മുഹമ്മദ് നബി ചെയ്യാത്തതായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത്, ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഏതെങ്കിലും ഒരെണ്ണം ഈ താലിബാൻ ചെയ്തത് അത് മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം, താലിബാൻ ചെയ്തതെല്ലാം തന്നെ മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ വല്ലതും കാണാത്ത വല്ല സാധനം ഇനിയിപ്പോൾ നമ്മൾ സതീശൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് അന്ന് വെറുതെ ഹൂറികളെ നശിപ്പിക്കണ്ടല്ലോ, ഹൂറികളെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ VD സതീശൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ ഇതിലിപ്പോൾ സംഭവം എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സംഘടനകൾ, ഒന്ന് വളരെ തീവ്രമായിട്ട് നിലനിൽക്കുന്ന തീവ്രമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി, പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും PDPയുടെ തനി സ്വഭാവം നമുക്ക് കാണാം. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം അത്. രണ്ട്, മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന സ്വപ്നം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു പാർട്ടി, ഒരു സംഘടന. ഈ രണ്ട് സംഘടനയെയും കൂട്ടുപിടിച്ച് പച്ചയായ മതം പറഞ്ഞ് നടക്കുന്ന ഈ രണ്ട് സംഘടനയെയും കൂട്ടുപിടിച്ച ആളുകൾ പറയുകയാണ് ഇത് വർഗീയതയല്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വർഗീയത പറയുന്നത് ആരാണ്? അതിപ്പോൾ BJP മാത്രമായിട്ട് മാറി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ. അപ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കും. ഓരോ BJPക്കാരനും ചോദിക്കും, ഇവിടെയുള്ള ഓരോ സാധാരണ പൗരനും ചോദിക്കും, ബോധമുള്ള ഓരോ പൗരനും ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു ഘട്ടം വന്നാൽ, ഞാൻ തറപ്പിച്ച് പറയുകയാണ്, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇവിടുത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ BJPക്ക് ഇത്തവണ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ തോതിലുള്ള വോട്ട് ഷെയർ കൂടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറാൻ, അത് കേരളത്തിലെ BJPയുടെ മിടുക്ക് പോലെ ഇരിക്കും, അവർ ഇവിടെ പ്ലേസ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളുടെ മിടുക്ക് പോലെ. ഊച്ചാളികളെയൊക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ജയിക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് കാര്യപ്രാപ്തിയും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ കാഴ്ചപ്പാടും, ഈ ഒരു വർഗീയത ഒരു സ്ഥലത്തൊരു പറയുമ്പോൾ മറുവർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് നിലനിർത്തുക, അല്ലെങ്കിൽ അതിനകത്ത് മറുപടി പറയാൻ നിൽക്കുന്ന ആളുകളെ നിർത്തിയാലൊന്നും ഇതിനകത്ത് BJPക്ക് വോട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ വണ്ണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തെ സെലക്ട് ചെയ്യാനാണ് ആളുകൾ നോക്കുള്ളൂ. അത് മിക്കവാറും ഇടതുപക്ഷം അവനെ വഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം വീണ്ടും ജയിച്ചു കയറും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കഥ അത് ഏതാണ്ട് തീരുമാനമായി. കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തീരുമാനമാവുന്നത് എന്നും കൂടിയാണ് നമുക്ക് കാണാൻ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇവിടെ
ശരിയായ രീതിയിൽ ഒരു രാഷ്ട്രീയം പഴയ BJP അല്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കാനും ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അവിടെ വർഗീയത ഇവർ പറയുന്നത് പോലെ അതിന് മറുവശം പറയാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങൾ പഴയ പോലെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ എതിർക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിക ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെയും തീവ്രവാദികളെയൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. സാധാരണ മുസ്ലിങ്ങളല്ല നമ്മുടെ ശത്രു എന്ന രീതിയിൽ അത് കൃത്യമായിട്ട് പുറത്ത് പറയാനും ഇവിടുത്തെ BJPക്ക് സാധിച്ചാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോലും BJPക്ക് കിട്ടും. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇത് എത്രമാത്രം BJPക്കാർ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാണുന്ന കാഴ്ച ഈ ഇടതും വലതും മാറി മാറി നിന്ന് ഇവിടെ ഈ പങ്കിട്ടെടുക്കുന്ന ഈ തീവ്രവാദികളെ പങ്കിട്ടെടുത്തുകൊണ്ട് ഇതിലൂടെ ഉണ്ടാകുന്ന പഴി മുഴുവൻ സാധാരണ മുസ്ലിമിൻ്റെ തലയിലേക്ക് വരെ വെച്ചു കൊടുക്കുന്ന അവസ്ഥ ഇവിടെ കാണുമ്പോൾ ഇതിൽ മനം നൊന്ത് ഇതിനകത്ത് മനസ്സുമടുത്ത് നിൽക്കുന്ന ഒരു വലിയ സമൂഹം മുസ്ലിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടും കൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റകൈക്ക് എന്നാൽ പിന്നെ ഇനി അതും കൂടി ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നൊരു ചിന്ത വരും. കാരണം അതിനുള്ള സാധ്യത ഒരു ജനാധിപത്യ രാജ്യത്തുണ്ട് എന്ന് തന്നെയാണ്. അത് ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിലോ നടക്കാൻ പോകുന്ന കാര്യമാണെന്നല്ല പറയുന്നത്. ആദ്യം ഇവിടെ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തൂക്ക് മന്ത്രിസഭകളായിട്ട് മാറും. പിന്നീട് അത് BJPയുടെ കൈകളിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വശത്ത് ഇടതും വലതും ഒരുമിച്ച് നിന്നിട്ട് BJPനെ എതിരിടുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു 5-30 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം നമുക്ക് കാണാൻ കഴിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇനി ഒരു കാരണമാകാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി ഇതിനകത്ത് സ്വാധീനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും ഇവരുടെ തകർച്ചയുടെ ആ ഒരു വ്യാപ്തി എന്നും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു വശത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായമുള്ള രീതിയിലോ നമ്മൾ പറഞ്ഞു വെക്കുന്നു. നിങ്ങൾക്ക് വിയോജിക്കാം, യോജിക്കാം, അത് എതിർക്കാം, മറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം, രേഖപ്പെടുത്താം, അതൊക്കെ ചെയ്യാം. എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് വലതുപക്ഷം ഇവിടെ വളരുക എന്നതായിരുന്നു. BJP എങ്ങനെയാണ് കേരളത്തിൽ വേരൂന്നുന്നത് അല്ലെങ്കിൽ ഈ നാട്ടിൽ എവിടെയൊക്കെ അങ്ങനെ ഊന്നിയിട്ടുണ്ടോ അവിടെയെല്ലാം സമാനമായ രീതിയിൽ ഊന്നുന്ന ഒരു രീതി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. അതിൽ വലിയൊരു പങ്ക് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും കുറച്ചും കൂടി അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു യാഥാസ്ഥിതിക ഒരു മുസ്ലിം സമൂഹത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ APEK വിഭാഗമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ വലിയ തോതിൽ എതിരിടുന്ന ഒരു വിഭാഗമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി പച്ചയ്ക്ക് ഇതേപോലെ കൂട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എതിര് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ്. അത് ഈ പറയുന്ന EKAP വിഭാഗമാണ്. അവരാണ് ഇവിടെ ഭൂരിപക്ഷം. അവർ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ഇതിനകത്ത് വിട്ടു നിൽക്കാനോ അതല്ലെങ്കിൽ മറുപക്ഷം കണ്ടെത്താനോ ഈവൻ ഒരു പക്ഷേ BJPയുമായിട്ട് ഒരു സന്ധി നടത്തി മുസ്ലിം ലീഗ് BJPയുമായിട്ട് ചേരാൻ പോലുള്ള സാധ്യതയാണ് ഭാവിയിൽ നമ്മൾ കാണുന്നത്. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് മാറാനുള്ളൊരു സാധ്യത പോലും ഇവിടെ ഉണ്ട്. മുന്നേ ചില അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു, മുസ്ലിം ലീഗും BJPയുമായിട്ടുള്ള ചില ചർച്ചകളെക്കുറിച്ചൊക്കെ. പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് അത് വരിക. കാരണം ഈ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ തന്നെയുള്ള ഈ ഒരു പ്രശ്നം വലിയ തോതിൽ അവിടെ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ ചൊവ്വയുള്ള ഒരു സാധനമാണ്. അവരുടെ പാർട്ടി പേരൊക്കെ വർഗീയതയൊക്കെയാണ് ശരി. പക്ഷേ എന്നാൽ പോലും അതിനകത്തും എന്താണ് വഞ്ചനയിൽ കളവില്ല എന്നോ അങ്ങനെ അങ്ങോട്ട് പറയുമല്ലോ, ചതിയിൽ വഞ്ചനയില്ല എന്ന് പറയുന്ന മാതിരി വർഗീയതയാണ് അതിനകത്ത് തന്നെ ഒരു വിഭാഗീയത, ഒരു സെക്ടേറിയനിസം കൂടി വരികയാണ് എന്ന് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ APEK വിഭാഗത്തിന് ഒരിക്കലും ജമാഅത്ത് അതല്ലെങ്കിൽ മുജാഹിദ് വിഭാഗത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല, രാഷ്ട്രീയപരമായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി വീണ്ടും ഇതിനകത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു. ഇനി ഇവരൊക്കെ പറഞ്ഞത് എന്താണെന്നും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? എന്ത് സംശയ കാര്യത്തിന്? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടൊന്നുമല്ലല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടന. ഇപ്പം നമ്മൾ കേട്ടത് ഇടതുപക്ഷത്തിൻ്റെ വാദമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം PDP ഓക്കെയാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ് പ്രശ്നം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനവർ പറഞ്ഞ കാരണമൊക്കെ കറക്റ്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരെ. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ മൂട്ടിൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതേ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്
അത്തരം അടികളൊന്നും ആരും മറക്കില്ലല്ലോ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ അടികളൊന്നും നമ്മൾ മറക്കാത്ത പോലെ ഇവരൊരിക്കലും മറക്കില്ല. കാരണം അതുപോലത്തെ അടിയൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. നല്ല പെട തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനിൽ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് കൂട്ടക്കൊലയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടിയായിരുന്നു അവിടെ നടന്നിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈജിപ്തിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ളത്. അവിടെ അവർ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട്, ഭരണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാമിസ്റ്റുകളോടൊപ്പം ചേരുന്നു. ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ മുസ്ലിം ബ്രദർഹുഡാണ്. ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പച്ചയ്ക്ക് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു ആഗോള രൂപമാണ് ഈ സാധനം. ഇത് രണ്ടും ഒന്നായിരിക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഓർമ്മ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു മസിൽ മെമ്മറി അവിടെ, ആ ഒരു ചന്തിക്ക് കിട്ടിയ അടി മെമ്മറി അവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും പറയാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇതിന് മുന്നേ ചില സമയങ്ങളിലൊക്കെ ഇവർ വോട്ട് എടുക്കുകയും SDPIയുടെ വോട്ട് എടുത്തതിൻ്റെയൊക്കെ പേരിൽ ആലപ്പുഴ CPMൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്നൊക്കെ കൂട്ടരാജിയൊക്കെ ഉണ്ടായതൊക്കെ വേറെ വിഷയം. അതൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ ഒരു വലിയൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാക്കുക. ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. ഇപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ജയരാജൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിനകത്തും ഈ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് വർഗീയതയാണ്, അത് രാഷ്ട്രവാദമാണ്, അത് നമുക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അതൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പോൾ ഇവിടെയും അത് ആവർത്തിക്കുന്നു. പക്ഷേ എന്നിട്ട് കൂടെ പിടിച്ചതാരെയാണ്? അത് നമ്മളുടെ PDPനെയാണ്. അപ്പോൾ മഅദനി ഇപ്പോൾ ഒരു വെള്ളരിപ്രാവായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അടുത്തത് VD സതീശൻ്റെ, നമ്മളുടെ സതീശ വാട, അതാണ് നമുക്ക് കേൾക്കാൻ പോണേ. ഓക്കെ, അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അവരെ ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള മതേതര പാർട്ടികളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ഒരു വർഗീയത കൊണ്ടു നടക്കുന്ന മത ഭീകരത കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയെയും ഒരു ഗ്രൂപ്പിനെയും, അപ്പുറത്ത് മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ഒരു വർഗീയ പാർട്ടിയെയുമാണ് രണ്ടുപേരും കൂടി പങ്കിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കൂട്ടർ പറയുന്ന അവർ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റേ കൂട്ടർ പറയുന്ന അവർ വളരെയധികം മാറി. അപ്പോൾ മാറിയിട്ടുണ്ടോ, പീഡിപ്പിക്കപ്പെട്ടവരാണോ, ഇതൊക്കെയാണ് നമ്മളിനി ഒന്ന് അന്വേഷിക്കാൻ വേണം. അപ്പോൾ ആദ്യം പീഡിപ്പിക്കപ്പെട്ട ആൾ സ്റ്റേജിലേക്ക് വരട്ടെ. ചെസ് നമ്പർ 1 മഅദനി, PDPയുടെ മുതലാളി. പുള്ളി വന്നിട്ട് എന്താ പറയണതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളോട് പഠിപ്പിക്കുന്നത് ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്താ? ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക്. ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ആ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാണംകെട്ട മൂന്നാംകിട MPOക്കി പ്രൊഫസറായാലും, അതല്ല ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല, ആരായാലും ശരി. എന്ന് മാത്രമല്ല, ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല, ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്ന സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു
പ്രവാചകന്റെ തിരുമുമ്പില്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടു മുമ്പിൽ അബൂ ഉബൈദ ഇരിക്കുമ്പോൾ അബൂ ഉബൈദയുടെ പിതാവ് ബിലാൽ വീരനായ വിജിഗീഷുവായ യുദ്ധവീരനായ യുദ്ധതന്ത്രജ്ഞനായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല, ചുരുക്കുകയാണ് ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അത്താണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു. അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ എവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബ പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളവർ നിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂ ഉബൈദത്തുൽ ജറാഹ് അതാ ചാടിയിറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക്. പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്ത് കൊണ്ടിറങ്ങി തന്നെ വാള് പിടിക്കാൻ പഠിപ്പിച്ച, തന്നെ പരിചരിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ വീര്യം തനിക്ക് പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അതാ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ചിൽച്ചിൽ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, തീപ്പരികൾ പറക്കുമ്പോൾ, സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു തലാന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. ഫുട്ബോൾ പോലെ പറന്നു പോകുന്ന തല ആരുടേതായിരുന്നു? അബൂ ഉബൈദയുടെ പിതാവിന്റെ തലയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ തല പറന്നു പോയിട്ട്, വെട്ടിയ തല പറന്നു പോയിട്ടും അബൂ ഉബൈദ കൊണ്ട് മതിയാക്കിയില്ല. വാളുണ്ട് എന്ന് കടച്ചുകൊണ്ടിരിക്കുന്ന ഏതായാലും കഥ മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ആ വാപ്പാൻ്റെ തലയാണെങ്കിൽ പോലും നബിയെ വിമർശിച്ചാൽ അതാണെങ്കിലും വെട്ടിയെടുക്കണം എന്ന് പഠിപ്പിക്കുന്ന വളരെ സമാധാനപ്രിയനായ ഒരു ചങ്ങാതി, പീഡിപ്പിക്കപ്പെട്ട നമ്മളുടെ മുതലാളി. ഇതാണ് ആൾ. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ചാനലൊരു വീഡിയോ, വളരെ ദീർഘമായൊരു വീഡിയോ കിടപ്പുണ്ട്. നാസർ കൊടിമരം സംസാരിച്ച സംഗതിയാണ്. ഇദ്ദേഹവുമായിട്ട് വളരെ പേഴ്സണലായിട്ട് ഉള്ളൊരു ബന്ധമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, വളരെ അടുത്തറിയുന്നൊരു വ്യക്തിത്വമാണ് നാസർ കൊടിമരം. അപ്പോൾ അദ്ദേഹത്തിന് കുറേയും കൂടിയും ആഴത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആരാണ് മഅദനി എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കാണാം. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഏത് രീതിയിൽ നിറഞ്ഞു നിന്നിരുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വിഷയം ഒരു ഇതുപോലുള്ളൊരു അവസരം വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരൊക്കെ അങ്ങ് ഇതുപോലെ ഒരു മാടപ്രാവാക്കി അങ്ങ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഒന്ന് ചാറ്റിലിടാം, നിങ്ങൾക്ക് സൗകര്യമുള്ള ആളുകൾക്ക് കാണാം. മഅദനിയെക്കുറിച്ചുള്ള ആ സംഗതി കേട്ട് നിങ്ങൾക്ക് കോൾമയർ കൊള്ളാം. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇസ്ലാമിക രാഷ്ട്രവാദം. ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരുന്ന സംഗതി അത് മാറ്റി എന്നാണ് ഇവിടെ പറയുന്ന ഒരു കാഴ്ച കണ്ടത്. ഇപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ചിട്ട് ഈ അടുത്ത് തന്നെ നമ്മളിതിനെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ നമ്മളുടെ അരുൺ കുമാർ തന്നെ നടത്തിയിട്ടുള്ളൊരു വാർത്തയാണ്. അതിനെക്കുറിച്ച് അതും കൂടി നമുക്കൊന്ന് കണ്ടു കളയാം. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ്. ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം. ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മഹല്ലും ഹിലാൽ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം. അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാകർമ്മങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലുള്ള സകാത്ത് കമ്മിറ്റികളും സകാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴാണ് സകാത്തിനൊപ്പം നാക്കിയത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം. എപ്പോഴാണ് ജുമ ഉണ്ടായത്?
ഹിജറയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു ശേഷം ഹിജറയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എവിടെ വെച്ചാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട്, എവിടെ വെച്ചാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണ്. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെ മറന്നുകൊണ്ടാ. സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ഈ അമീറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല, മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷൂറ അംഗം തന്നെ ഇക്കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മതരാഷ്ട്രം വരണം, മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ, ബാക്കിയെല്ലാം ശിർക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ വി എസ് രഞ്ജിത്ത്? ഈ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ 2019 അന്നത്തെ അമീറായിട്ടുള്ള ആരിഫ് അലി ഇവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത്. അതിനുശേഷമാണ് UDF-ഉമായിട്ടൊക്കെ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കെ മുരളീധരൻ ഉൾപ്പെടെ തുറന്നു പറയുന്നു 2016 തിരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. അത് ആ പിന്തുണ സ്വീകരിക്കുന്നതും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നതുമെല്ലാം ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് 2019 പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്നത്തെ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാനും നമ്മളോട് പറഞ്ഞത്. അത് അദ്ദേഹം ഒരു പടി കൂടി കടത്തി പറഞ്ഞു, മൗദൂദിയൻ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമിയുടേതെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഞാനിത് പേഴ്സണലി ഇടപെടാത്തതാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിരോധം കൊണ്ട് പറയുന്നു, ഇങ്ങനെയൊന്നുമല്ല, ഇത് വാർത്തയാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഈ വാർത്താ ചാനലുമായിട്ടും അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയുണ്ട്, ഇത് നമ്മളൊന്നും ഇടപെടുന്ന പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക ഭരണം വന്നാൽ മാത്രമേ ഈമാൻ പൂർത്തിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അതിപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാകൂ എന്നുമാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഈ പ്രസംഗത്തെ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടില്ല. ഈ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് അംഗങ്ങൾക്കിടയിൽ പറയുന്നതൊന്നും പുറത്ത് പൊതുമധ്യത്തിൽ പറയുന്നത് മറ്റൊന്നുമാണ് എന്നുള്ള ഇരട്ട നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമേയം പാസ്സാക്കുകയോ ആ പ്രമേയത്തിന് അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായി മാറി എന്ന് പറയുകയോ വേണം. പ്രമേയത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ഈ അമീറിനോട്, എന്തുകൊണ്ടാണ് ഒരു ഷൂറ കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കി മതരാഷ്ട്രവാദത്തെയും മൗദൂദിയൻ ആശയത്തെയും തള്ളിക്കളയാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പ്രമേയത്തിന്റെ ആവശ്യമില്ല, ഒരു തെറ്റിദ്ധാരണ മാത്രമാണുള്ളത്, ആ തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കുന്നു എന്നുള്ളത്. അപ്പോൾ തെറ്റിദ്ധാരണയല്ല, ഇതൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചതിലൂടെയും പരാമർശിച്ചതിലൂടെയും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ്. അപ്പോൾ തെറ്റിദ്ധാരണയല്ല, ആദർശപരമായ സമീപനമാണ്. ആദർശം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തി എന്നുള്ളൊരു രേഖ, അത് പ്രമേയമാണെങ്കിൽ പ്രമേയം, അല്ലെങ്കിൽ സംഘടനയുടെ നിലപാട് ഭരണഘടനയാണെങ്കിൽ അത് ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് വാർത്ത. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയും മഅദനിയും അല്ലെങ്കിൽ PDP ഇത് രണ്ടിനെയുമാണ് ഇവിടെ വെളുപ്പിച്ചത്. അപ്പോൾ ഇവിടെ അവസാനം ഞാൻ ഇതിൻ്റെ ബാക്കി ഒരു ചെറിയൊരു ഭാഗം കൂടി പറയുന്നതിന് മുന്നേ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. എന്തുകൊണ്ട് മഅദനിയെ ഇതുപോലെ ഒരു വെള്ളരിപ്രാവാക്കി പീഡിപ്പിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന രീതിയിലേക്കൊക്കെ ഇതിനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു കേസ്, ഇപ്പോൾ മഅദനി ഉൾപ്പെട്ടിട്ടുള്ള കേസിൽ എങ്ങനെയാണ് മഅദനി അവിടെ പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മഅദനി അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. മഅദനിയും മഅദനിയുടെ ഭാര്യയും ഒക്കെ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തതും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കോടതിയിൽ നടക്കുകയാണ്. അപ്പോൾ അത് അവിടെ നടക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു വ്യക്തി ഇതുപോലൊരു കേസ് അതിൻ്റെ തെളിവുകളുടെ അഭാവം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നീണ്ടുപോകുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെടും അല്ലെങ്കിൽ അതൊരു പീഡിതനാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഇതേ നിങ്ങൾ തന്നെയല്ലേ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ മോദിയെ എപ്പോഴും വേട്ടയാടാറുള്ളത്? മോദിയെ കോടതി വെറുതെ വിട്ടതല്ലേ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോദിയും ഇതിനകത്ത് കുറ്റക്കാരനല്ല, പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? തെളിവില്ലാത്ത ആളുകളെ വെറുതെ വിടും. അപ്പോൾ നിങ്ങൾ ഇത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അംഗീകരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അതാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പും കൂടി വരികയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് നിങ്ങൾ കോടതിയെ പൊക്കി വെക്കും, നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കോടതി സംഖ്യയായി മാറും. ഇതാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത്. ആ പരിപ്പ് ഇവിടെ വേവില്ല. അപ്പോൾ അതുകൊണ്ട് മഅദനി ഇങ്ങനെ നിൽക്കുന്നു എന്ന് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം കുറ്റവിമുക്തനാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും അവിടെ വിചാരണയും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതവിടെ തുടരും, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ നീങ്ങും. അതുപോലെ തന്നെ മറ്റ് പല ആരോപണങ്ങളും ആൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മളിവിടെ കണ്ടതുപോലെയുള്ള പച്ചയായ ഈ ഭീകര ആഹ്വാനങ്ങൾ അത് നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന മഅദനി. ആ മഅദനിയുടെ നേതൃത്വമാണ് ഈ പറയുന്ന PDPക്ക് ഉള്ളത്, അതിലെ മറ്റ് പല അംഗങ്ങൾക്കും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇതിന് മുന്നേ ഒക്കെ നമ്മൾ ഇതേപോലെ പലതവണ പ്ലേ ചെയ്ത് വീഡിയോ ഒക്കെ വന്നപ്പോൾ PDPക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് ഫോണിൽ. എന്നിട്ട് നമ്മളോട് കയർത്ത് സംസാരിക്കുകയും തട്ടിക്കയറുകയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതെന്താണ്, ഇതിൻ്റെ സന്ദർഭം അറിയുമോ, ഇതിൻ്റെ വസ്തുത മറ്റതെന്താണെന്ന് അറിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ ബാക്കി ഒന്ന് പറഞ്ഞു, എനിക്കിതേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ഞാൻ ഇതിന് മുന്നേയുള്ള ഭാഗം വേറൊരാൾ ഷെയർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു യുക്തിവാദിയാണ് മഅദനി ഇങ്ങനെയൊന്നും ഇത് പറഞ്ഞത് ആ ഉദ്ദേശത്തിലല്ല എന്ന് പറയാൻ വേണ്ടി മഅദനിയെ വെളുപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു പീഡിത സമൂഹം, ഏതോ ഒരു എന്താ പറയുക, ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ഒരു ഇസ്ലാമിക പ്രേമം കൊണ്ട് നടക്കുന്ന ഒരു ജന്തു ആൾ നമ്മളോട് ഇത് അയച്ചു തന്നിട്ട് പറയുകയാണ്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്താൽ പണി കിട്ടും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക, പിന്നെ ചെയ്യാം എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അതെടുത്ത് വെച്ചിട്ടാണ് PDPക്കാരൻ പറയുന്നത് മഅദനി ഇതിന് ശേഷം പറഞ്ഞത് നിങ്ങൾ കേട്ടോന്ന്. ശേഷം പറഞ്ഞതാണ് ഈ പറഞ്ഞത്, ഇപ്പോൾ ചെയ്യേണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യുക, നമുക്ക് എന്നിട്ട് വെട്ടാം, എന്നിട്ട് തല കൊയ്യാം, എന്നിട്ട് നമുക്ക് പകരം വീട്ടാം എന്ന് പറയുന്ന കാഴ്ച. അത് ആ ഒരു ചർച്ച, ആ സംഭാഷണം അവിടെ നടക്കുമ്പോൾ അവിടെ ജോസഫ് മാഷിയുടെ കൈവെട്ട് കേസ് അടക്കമാണ് അവിടെ പരാമർശിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അത്ര മാത്രം പച്ചയായിട്ട് ഭീകരവാദത്തിന് അവിടെ പിന്തുണ കൊടുക്കുന്ന, അതിന് ആഹ്വാനം ചെയ്യുന്ന, ഡോഗ് വിസിലിംഗ് നടത്തുന്ന ഒരു നേതാവും ആ നേതാവിൻ്റെ കീഴിലുള്ള ഒരു പാർട്ടിയും അവരുടെ പാട്രണേജിലുള്ള ഒരു പാർട്ടിയും ഇതിനെയാണ് ഇവിടെ ഇടതുപക്ഷം പൊക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്ത് നമ്മൾ കണ്ടത് എന്താ, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന അവരുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെയാണ്. ഇവിടെ കാരക്കുന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടു. അതായത് നിങ്ങളുടെ നിസ്കാരവും നോമ്പും സ്വീകരിക്കണമെങ്കിൽ പോലും അതൊരു ഇസ്ലാമിക വ്യവസ്ഥിതി ആയിരിക്കണം എന്നത് ഒരു ആത്യന്തിക ലക്ഷ്യമായിട്ട് വെച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയം, ആ ആശയത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ഇതാണ് സത്യത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു നിലയ്ക്ക് അവിടെ ഇതിപ്പോൾ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് അവരുടെ പ്രസംഗത്തിൽ തന്നെ നമ്മൾ കണ്ടു അത് മാറ്റി വെച്ചിട്ടില്ല. അവർ ആ പ്രമേയം അത് പബ്ലിഷ് ചെയ്യുകയോ അതൊന്നും അവർ ചെയ്തിട്ടില്ല. അതായത് അകത്തളങ്ങളിൽ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനി രണ്ടാമത്തേത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലൊരു മാറ്റിവെക്കലാണോ അതോ അത് തക്കിയയാണോ എന്നതാണ്. ഞാൻ പറയും അത് തക്കിയയാണ്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തക്കിയയിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളൂ എന്ന് തന്നെയാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മാത്രം നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ കേരള ഘടകമാണ് ജമാഅത്ത് ഇസ്ലാമി കേരള എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പാകിസ്ഥാൻ വേർഷൻ ഉണ്ട്, ബംഗ്ലാദേശി വേർഷൻ ഉണ്ട്, ഇത് നമുക്കറിയാം. പിന്നെ അതുകൂടാതെ ആഗോളതലത്തിൽ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയും നമുക്ക് കാണാം. ആഗോളതലത്തിൽ തന്നെ അവരുടെ വിവിധ പേരുകളിൽ വിവിധ തീവ്രവാദ സംഘടനകളുടെ രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നൊരു ആശയമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ ഒരു ഇക്കാമത്ത് ദീൻ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക മതരാഷ്ട്രവാദം അത് മാറ്റി വെച്ചുകൊണ്ട് നിലനിൽക്കുന്നൊരു സാഹചര്യം ലോകത്ത് എവിടെയുള്ളത്? അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു 50 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെന്നുണ്ടെങ്കിൽ 49 സ്ഥലത്തും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം മതരാഷ്ട്രവാദമാണ്. ഇന്ത്യയിൽ മാത്രമാണ് തൽക്കാലത്തേക്ക് അതൊന്ന് മടക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. നമ്മളിവിടെ മുന്നോട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, ഒരു ഡെമോക്രറ്റൈസിങ്, സെക്യുലറൈസിങ്, ആൻറ്റൈ ടെറർ, ആൻറ്റൈ റിലീജിയസ് പ്രഷർ ഇവിടെ ഉണ്ട്. ആ പ്രഷർ കൊണ്ട് മാത്രമാണ് അവരിതേപോലെ ഒരു രൂപം മാറ്റം സംഭവിച്ച ഒരു പ്രച്ഛന്ന വേഷത്തിൽ നടക്കുന്ന ഒരു ഗതികേട് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അത് സ്വാഭാവികമായ ഒരു മാറ്റമല്ല, അവർ തക്കിയ കളിക്കുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കണമായിരുന്നു മറ്റ് പല രാജ്യങ്ങളിലും ഈ ജമാഅത്ത് ഇസ്ലാമി ഈ മതരാഷ്ട്രവാദം മാറ്റി വെച്ചതായിട്ട് ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെയെല്ലാം ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോ, പാകിസ്ഥാനിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കൊലക്കുറ്റത്തിനും മറ്റു പല ഭീകരപ്രവർത്തനത്തിൻ്റെയും പേരിൽ ഹസീന ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നിടത്തുനിന്ന് അവരെ മാറ്റുക മാത്രമല്ല, റിലീസ് ചെയ്യുക മാത്രമല്ല, എല്ലാ ക്രിമിനലുകളും ഇന്ന് പുറത്തിറങ്ങുക മാത്രമല്ല, ജമാഅത്ത്
ഇസ്ലാമിയുടെ നിരോധനം പോലും എടുത്ത് ഒഴിവാക്കിയിട്ട് അവരെ കയറൂരി വിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്നത്. ഇതേ പാർട്ടിയുടെ മറ്റ് പുറത്തുണ്ടായിരുന്ന ആളുകളാണ് അവിടെ ഹിന്ദു കൂട്ടക്കൊല, ആ ഹിന്ദു ജനോസൈഡ് നടത്തിയത്. ഇതിന് മുന്നേയും അവർ തന്നെയാണ് നടത്തിയിരുന്നത്. 1971 ആ കൂട്ടക്കൊല നടത്തുമ്പോൾ അന്ന് അവിടെ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടത്തിയ ആ ജനോസൈഡ്, ഹിന്ദു ജനോസൈഡ് നടത്തിയ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് ഇവിടെ മൗനപ്രാർത്ഥന നടത്തി അവർക്ക് പിന്തുണ കൊടുത്ത ടീമാണ് നമ്മളുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇന്ന് അവർക്കത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. പുറത്തെടുത്താൽ പൂട്ടും എന്നുള്ളതാണ്. ഇനി ഇതിലൊരു തമാശ ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. ഇത് പച്ചയായിട്ട് ഈ പിന്തുണയെ അവർ സ്വീകരിക്കുകയും അതിനെ ആശ്ലേഷിക്കുക മാത്രമല്ല, അതിന് എന്താ കുഴപ്പമെന്ന് വരെ പച്ചയ്ക്ക് ഒരു ഉളുപ്പില്ലാതെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അടുത്തത് ഇനി എൻ്റെ ബലമായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. ഈ രണ്ട് പാർട്ടിയും കുരുക്കിലാക്കാൻ പോകുന്ന ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തും. അതെന്താണ് ആ നീക്കം? ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കും, PDPയെയും നിരോധിക്കുന്നൊരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ ഉത്തരം പറയേണ്ടി വരും ഇവിടുത്തെ നാട്ടുകാരോട്. എന്താണ്? ഇതേപോലെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ PDPയെ, പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ എങ്ങനെയാണോ പൂട്ടിയത്, സമാനമായ രീതിയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ PDPയെ പൂട്ടുന്നൊരവസ്ഥ വന്നാൽ അന്ന് ഇവരെന്ത് ചെയ്യും? കാരണം ഇതിനകത്ത് നടക്കുന്നതോ അല്ലെങ്കിൽ ഇതിന് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും VD സതീശൻ അറിയാൻ പോകുന്നില്ല. VD സതീശന് മുകളിലുള്ള സാധനം പോലും അറിയില്ല, പിന്നെയല്ല അണ്ടർഗ്രൗണ്ടിൽ. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ജഡ്ജ്മെൻറ്റ്സ് നടത്തി ഈ തീവ്രവാദ സംഘങ്ങളെ പോലും സ്വന്തം പോക്കറ്റിലിട്ട് നടക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഇടതും വലതും എന്നൊക്കെ ഇവർ വിളിക്കുമെങ്കിലും ഞാൻ പറയും ഇതൊക്കെ ഒരു ഇടത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ജനം TV-യിൽ എൻ്റെ സ്വന്തം ചാനലിൽ ഇന്നലെ നടത്തിയത് നിങ്ങൾ കേട്ട് കാണും. അതുകൂടി ഒന്ന് പറയാം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഈ നിരോധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്തിയിട്ടാണോ നിങ്ങൾ ഇവിടെ വോട്ട് പിടിച്ച് ആളുകളെ പറ്റിച്ചത് എന്ന ചോദ്യം അവിടെ വരും. അത് നമ്മൾ കാത്തിരിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഇവിടെ ഇവർ പറയുന്നു ഇടതും വലതും എന്നൊക്കെയാണ് പറയുന്നത്, UDF-ഉം LDF-ഉം. ഇത് രണ്ടും ഇടതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു രീതിയുണ്ട്. അതായത് നിങ്ങൾ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ശരിയാണെന്ന് പറയുന്നു, തെറ്റാണെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നിവിടെ നടക്കുന്നത്? അത് ഇവിടെ നടപ്പിലാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ ഒരു മൂലധനം പൊക്കി പിടിച്ച് നടക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സോഷ്യലിസ്റ്റ് പ്രേമിയായിട്ടുള്ള ഏതെങ്കിലും ഒരാളോ മാർക്സിൻ്റെ പ്രേമിയോ ഇതൊന്നുമല്ല. ഇതൊക്കെ കാലം അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അവരുടെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സാമ്പത്തിക അന്ധവിശ്വാസങ്ങളെക്കാളൊക്കെ അപ്പുറം ഇതൊരു മാനസിക രോഗമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ മാനസിക രോഗം എന്താണ്? അവർ പറയും ഇതാണ് ശരി, അവർ പറയും ഇതാണ് തെറ്റ്, അവർ പറയും ഇതാണ് നമ്മൾ പൊക്കി പിടിക്കേണ്ടത്, അവർ പറയും ഇതാണ് മോറൽ എന്ന് വെച്ചാൽ ഇടതുപക്ഷം തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ ശരിയും തെറ്റും. അവരാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇന്ന് അവർ പറയുന്നു ഇസ്ലാമിക തീവ്രവാദം ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പറഞ്ഞോളണം. അവരിന്ന് പറയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നിപ്പോൾ പറഞ്ഞാൽ ബാക്കിയുള്ളവരത് പറഞ്ഞോളണം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കോൺഗ്രസും ഈ LDF-ഉം തമ്മിൽ മാറി നിന്നിട്ട് പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇവർ പങ്കിട്ടെടുക്കുക ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഇവർ പങ്കിട്ടെടുത്തു, കുറച്ച് പേരെ നിങ്ങളെടുത്തു, കുറച്ച് പേരെ നമ്മളെടുത്തു. ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഇത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംഖ്യയായിട്ട് മാറും, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം വിരുദ്ധനായിട്ട് മാറുമെന്ന് വരുന്നിടത്താണ് സാധാരണ മുസ്ലിമിൻ്റെ തലയിലേക്ക് പോലും ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഈ ഔറംഗസീബിനെയും അതുപോലെ ഈ നമ്മളുടെ വാര്യംകുന്നനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് പോവുക. സാധാരണ മുസ്ലിങ്ങൾ പോലും ആലോചിച്ച് പോകുന്നൊരു കാര്യമാണ്. ഇതെന്ത് തേങ്ങയ്ക്കാണ് നമ്മൾ ഈ സാധനത്തിനൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവും. അതാണ് ഉണ്ടാവുന്നത്. എന്താ കാര്യം? ഇത് ആരാണ് പൊക്കി വെക്കാൻ പറഞ്ഞത്? ഇടതുപക്ഷം പറഞ്ഞു പൊക്കടാന്ന് പറഞ്ഞു, എല്ലാവരും പൊക്കുന്നു, നമ്മളും പൊക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് ഒരു മുസ്ലിമിന് മാറി നിന്നിട്ട് പറഞ്ഞ മാതിരി എന്തിനാ ഇപ്പോൾ നമ്മൾ പൊക്കണത്? ഔറംഗസീബിനെ നമ്മൾ എന്തിനാണ് പൊക്കണത്? ടിപ്പു സുൽത്താനെ നമ്മൾ എന്തിനാണ് പൊക്കണമെന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവകാശം ഇന്ന് മുസ്ലിമിന് തടഞ്ഞിട്ടിരിക്കുകയാണ്. തീവ്രവാദികളെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം അത് മുസ്ലിമിനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരാ തടഞ്ഞിട്ടിരിക്കുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ആരാണ്? അത് ഇവിടുത്തെ UDF-ഉം LDF-ഉം ഒരുമിച്ച് പറയും. ഞാനത് LDF ഇടത് മറ്റേത് വലതൊന്നും പറയില്ല. ഇത് രണ്ടും തന്നെ. വലതെന്ന് പറഞ്ഞാൽ തീരെ ശരിയാവില്ല. കാരണം അവർ നാഷണൽ ലെവലിൽ പോയി കഴിയുമ്പോൾ വലത് BJP അല്ലേ. അപ്പോൾ ഇതൊരു ഇടതുപക്ഷ ചിന്ത. ആ ഇടതുപക്ഷ ചിന്താഗതിയുടെ ഏറ്റവും വലിയ പോയിസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനമാണ്.
അത് ഈ ഒരു മോറൽ ഹൈ ഉണ്ടാക്കുക എന്നുള്ള, അവർക്കാണ് ഇതെല്ലാം തീരുമാനിക്കാനുള്ള കഴിവുള്ള, അവർക്കാണ് ശരിയും തെറ്റും കാണാനുള്ള കഴിവുള്ള, അവർക്കാണ് കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ഒരു കെൽപ്പുള്ളൂ. ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കുക, എല്ലാവരെയും അങ്ങ് പാട്രണൈസ് ചെയ്യുന്ന ഒരു രീതി, ഇതാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചിന്ത എന്ന് പറയുന്നത്. അതാണ് അത് ഇന്ന് ഈ പറയുന്ന LDF കാണിക്കുന്നുണ്ട്, അത് ഈ പറയുന്ന UDF കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും ഇടതെന്ന് വിളിക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കുറേ ആളുകൾക്കെങ്കിലും ഇത് കുറച്ചൊക്കെ ബോധം വന്നു കഴിയുമ്പോൾ ഇവർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതെല്ലാവരും എടുക്കും. അതെന്താണ്? പഴയ പോലെയല്ല, ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്ന ആർക്കാ? അത് ഇവിടുത്തെ BJPക്കാണെന്നുള്ളതാണ് ഈ മണ്ടന്മാർ മനസ്സിലാക്കാത്തത്. ഇത് BJPക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണ് ഇതിലെ ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പഴയ പോലെയല്ല, മാറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, പഴയ പോലെയല്ല, BJP ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റും. മന്ത്രിമാരെ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് എടുക്കാം, സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെ, പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് BJPയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണാൻ ഇവിടുത്തെ ഒരു BJPക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുവരെ ഇടതിനും വലതിനും എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്ത് മടുത്തിരിക്കുന്ന ഒരാൾ ഒന്ന് തുനിഞ്ഞാൽ അവന് കാണാൻ പാകത്തിന് കണ്ണിൽ കുത്തുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് ഉറച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ പഴയ പോലെയല്ല SDP, പഴയ പോലെയല്ല വെൽഫെയർ പാർട്ടി, പഴയ പോലെയല്ല PDP, പഴയ പോലെയല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ പഴയ പോലെയല്ല BJP എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് അത് നമ്മളുടെ BJPക്കാർക്കാണ്. അത് വേണ്ട പോലെ BJPക്കാർ ആയുധമാക്കിയാൽ പിന്നെ ഈ പറയുന്ന സാധനത്തിന് രണ്ടെണ്ണത്തിനും പൊടിയിട്ടാൽ കാണില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നോക്കുക. പക്ഷേ അതിനുള്ള ത്രാണിയോ അതിനുള്ള ആ ഒരു വീക്ഷണത്തോടു കൂടി അത് ചെയ്യാനുള്ള ഒരു രീതിയോ അവർ അവലംബിച്ചാൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് മറ്റൊരു ഹെയ്റ്റ്, ഷവർമ തിന്ന ശവമാവും എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പറയുന്ന ആരെങ്കിലൊക്കെ വന്നത് കൊളാക്കാനാണ് സാധ്യത. അത് വന്നു കഴിഞ്ഞാൽ ഇത് പൊളിയും. കണ്ടില്ല, ഇതുകൊണ്ടാണ് ഞങ്ങളിത് കൂടെ പിടിക്കുന്നത്, നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ് എന്ന് പറയാനുള്ള അവകാശം കൂടുതൽ BJP തന്നെ വെച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അത് ഇവർ തന്നെ കൊണ്ടുപോകും. ഈ മുറിച്ചെടുക്കലിലൂടെ അവർക്ക് കിട്ടാനുള്ള അവരും കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് മൂന്നാമത്തെയാണ്, ഏതായാലും അവസാനത്തെ കാര്യം ഇതാണ്, നമ്പർ മറന്നുപോയി. അതെന്താണ്? തക്കിയ എന്ന് പറയുന്നൊരു വിഷയം. ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ BJPക്കും ഒരു മാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ അടുത്ത വാദം എന്തായിരിക്കും? അതങ്ങനെ പറയാൻ പറ്റില്ല. അത് എന്താണ്, ആഭ്യന്തര ശത്രുക്കൾ എന്ന് പണ്ട് എഴുതി വെച്ച സാധനമാണ്, അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അത് ഞങ്ങൾ പണ്ടേ തള്ളി. ഏതൊരു ചർച്ചയിൽ നമ്മൾ കണ്ടതാണ്, ഏതൊരു വിഷയം, യൂണിഫോം സിവിൽ കോഡാണോ ഏതൊരു സംഗതി വന്നപ്പോൾ അതിനകത്ത് വരികയാണ്, ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്, ഫൈസിയാണെന്ന് തോന്നുന്നു, ഇപ്പുറത്ത് വേറെ ഏതൊരു ആൾ ഇരുന്ന് ചോദിക്കുകയാണ്, ഇസ്ലാമിലൊരു നിയമം അത് ഇങ്ങനെ ഇറ്റേണലാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാദിക്കുമ്പോൾ അപ്പോൾ മറ്റേ ആൾ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിചാരധാരയിൽ ഈ പറയുന്ന സാധനം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് തള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ BJPക്കാരൻ ഓൺ ദ സ്പോട്ട് ഞാൻ തള്ളിയിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. മറ്റേ ആളുടെ കിളി പോയി. കാരണം എന്താണ്? ഖുർആനിലുള്ളൊരു സാധനം തള്ളാൻ പറ്റുമോ? ഇല്ല. അയാൾ അവിടെ പബ്ബ പാടിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഹിന്ദുക്കൾ, നമ്മളുടെ ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് എഴുതി വെച്ചു എന്ന് പറയുന്ന വാദം, അത് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു BJPക്കാരൻ്റെ അടുത്ത് പോയി പറയുന്നു, അല്ലെങ്കിൽ ഒരു RSകാരൻ്റെ അടുത്ത്, ഒരു സംഘപരിവാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവർ ആദ്യം പറയും, അത് പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം മുസ്ലിങ്ങൾ വളരെ ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് പേര് പ്രശ്നമാണ് കേട്ടോ. അത് ഇതേപോലെയുള്ള ഈ നമ്മളുടെ എന്താ പറയുക, പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ സ്വരാജിനെ പോലെയൊക്കെയുള്ള ആളുകൾ കാണുമ്പോൾ പറയും, അവൻ കുറച്ച് കുഴപ്പം തന്നെയാണ് എന്ന് പറയാനുള്ള ഒരു വഴി അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്ത്യാനികൾ പിന്നെ ഇന്ന് എടുക്കണ്ട, കാരണം ഇന്ന് BJPയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ. ഇന്ന് BJP ആണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ കാര്യം മാത്രമേ തീരുമാനമാക്കാനുള്ളൂ. അതും ഇവർ തന്നെ ആക്കുന്നു എന്നാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെ തള്ളുന്നു, അല്ലെങ്കിൽ ഇത് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയില്ല, സമ്മതിക്കില്ല. അവർ പറയും, അല്ല അത് അങ്ങനെ അവർ തള്ളി എന്നൊക്കെ നുണ പറയുന്നതാണ് എന്നാണ് പറയുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ വീണ്ടും പൊന്തി വരുന്നത്. എന്താണത്? ഒരു 50 രാജ്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെങ്കിൽ 49 എണ്ണത്തിലും അവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്ന വാദം ഇരിക്കെ ഇന്ത്യയിൽ മാത്രം അത് വേണ്ട എന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായ ഒരു തക്കിയയാണ് എന്ന് പറയാനുള്ള ഒരു വഴി അവിടെ ഉണ്ട്. അതേസമയം നിങ്ങളൊരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സാധനം എടുത്ത് ആകെക്കൂടി ലോകത്താകെ ഈ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഇനിയിപ്പോൾ കൂടെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേപ്പാൾ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ വല്ല രാജ്യമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. മൗറീഷ്യസ് ഒരു ഹിന്ദു മെജോറിറ്റി കൺട്രിയാണെന്നൊക്കെ പറയുന്നത്. അവിടെയൊന്നും നമ്മൾ ആരും ഹിന്ദു രാഷ്ട്രം ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. പോട്ടെ, ഇനി ഇന്ത്യ തന്നെയാണെന്ന് കൂട്ടുക. കഴിഞ്ഞ 2 ടേംസ് ആയിട്ട് ഭരിക്കുന്നു, 3ാമത്തെ ടേമിൽ ഇരിക്കുന്നു. ഈ ഒരു 15 വർഷം നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതേപോലെ ഒരു അവസരം അത് ഇവിടുത്തെ SDPIക്ക് കിട്ടി, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്, ഒരു മുസ്ലിം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ കാര്യം വിടും. എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് പറയും. ഇന്ത്യ കുട്ടിച്ചോറായിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു അവസരം ഈ 3 ടേമിലായിട്ട് ഭരിക്കാനുള്ളൊരു അവസരം അത് BJPക്ക് കിട്ടിയതുപോലെ ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാണ് കിട്ടിയെന്ന് ഉണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് കിട്ടിയാൽ പോലും ഇവിടെ സംഭവിക്കാൻ പോണെന്താണ്? ഇന്ത്യ കുട്ടിച്ചോറാവും. ഇതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ പോലും ഇവിടെ ശരിയാകില്ല എന്നതാണ്. കാരണം എന്താ? ഇവിടുത്തെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ആളുകളുടെ കയ്യിലേക്ക് ഭരണം കിട്ടിക്കഴിയുമ്പോൾ ആ നാട് കുട്ടിച്ചോറായതാണ് നാട്ടിലെ ചരിത്രം. അത് നമുക്ക് ഇവിടെ ഒരു കണ്ണിൽ കുത്തുന്ന തെളിവായിട്ടും പ്രസിഡൻറ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും നോക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്മളത് അങ്ങനെ തന്നെ പറയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത്. ഇനി ഈ പറയുന്ന ഈ തക്കിയ എവിടെ മുതലുണ്ട്? ഏതെങ്കിലും ഒരു മേഖലയിൽ മുഹമ്മദ് നബി പോലും ചെയ്ത ഒരു സാധനമാണ് ഈ പറയുന്ന തക്കിയ എന്നിരിക്കുക. ഏതെങ്കിലും ഒരു മേഖലയിൽ എവിടെയെങ്കിലും ഒരു കരാറിൽ ഉറച്ചു നിന്നിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി നിന്നതിൻ്റെ ഒരു ചരിത്രം ഈ ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഈ ഇസ്ലാമും പൊക്കി പിടിച്ചിട്ടല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമി നടക്കുന്നത്. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ തക്കിയ അല്ലാതെയാക്കുക എന്നതാണ് എൻ്റെ ചോദ്യം. നടക്കില്ല. ഹുദൈബിയ സന്ധി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ നമ്മൾ മൊയ്സ് വൈറ്റ്ല എന്ന് പറയുന്ന ചാനലിൽ അതിനെക്കുറിച്ചൊരു പാർട്ട് 1 വീഡിയോ വന്നിട്ട് നിങ്ങൾ കാണുക. ഇസ്ലാമിൽ ഏറ്റവും വലിയൊരു കള്ളത്തരം, ഒരു വഞ്ചനയുടെ കഥയാണ് ഈ പറയുന്ന ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലെ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടാവും, കമൻറ്റിലൊക്കെ കാക്കാമാർ കിടന്ന് മെഴുകും. ഹുദൈബിയ സന്ധി അത് ആനയാണ് ചേനയാണ്, മണ്ണാങ്കട്ടയാണ്. എന്താണ് ഹുദൈബിയ സന്ധിയിൽ ചെയ്തത്? അതായത് അവിടെ മക്ക പിടിച്ചെടുക്കുക എന്ന ആ ഒരു ഗൂഢലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ ആയുധബലവും അംഗബലവും ഒക്കെ കൂട്ടുന്നത് വരേക്കും ഒരു തക്കം പാർത്ത് ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 10 വർഷത്തേക്കുള്ളൊരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറ് അടിമുടി മക്കാരായിട്ടുള്ള ഖുറൈശികൾ അത് പാലിക്കുന്നു. എന്നാൽ ആദ്യത്തെ വർഷം മുതൽ 2ാമത്തെ വർഷമായപ്പോഴും ഇത് ലംഘിക്കാനുള്ള അവസരം കാത്തിരുന്ന് വസ്ത്രത്തിന് ഉള്ളിൽ ഈ ആയുധവുമായി ഒളിച്ച് ഹജ്ജിനും ഉംറയ്ക്കെന്നും പറഞ്ഞ് ചെന്നിട്ട് അവിടെ കയറിയിട്ട് ആക്രമിച്ച് ആ മക്കയിലെ ആ കഅബ പിടിച്ചെടുക്കുന്നു. അതൊരു ക്ഷേത്രമായിരുന്നു. 360ഓളം വിഗ്രഹങ്ങളുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ പറയുന്ന കഅബ. സ്വന്തം കയ്യിൽ വടികൊണ്ടാണ് ആ 360 എണ്ണത്തിന് തല്ലി പൊളിക്കാൻ മുഹമ്മദ് നബി പൊളിച്ച് ഉദ്ഘാടനം ചെയ്ത് ബാക്കിയുള്ളവരോട് പൊളിക്കാൻ പറഞ്ഞത്. ഹദീസിൽ കിടക്കുന്ന കാര്യമാണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബാക്കി കാണാം, പഠിക്കാം. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചത്? ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കരാറായിരുന്നു. ഇതാണ് മുഹമ്മദ് നബി ലംഘിച്ചതുകൊണ്ട് തന്നെ മക്കക്കാരെ കബളിപ്പിച്ച് പറ്റിച്ച് വഞ്ചിച്ച് അത് സാധിച്ചെടുത്തത്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് നിങ്ങൾ പറയുമ്പോൾ നമ്മളുണ്ടാക്കി പറയുന്നു, അല്ലെങ്കിൽ മൊയ്സ് വൈറ്റല എന്തോ മുസ്ലിം വിരുദ്ധനായതുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ആളൊരു മുനാഫിക്കായതുകൊണ്ട് പറയുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക. നിങ്ങളതൊക്കെ വിടുക. ഓസ്ലോ കരാർ ഇവിടെ ഉണ്ടായി. ആര് തമ്മിൽ? ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കരാറാണ് ഓസ്ലോ കരാർ 1993. ഈ കരാറുണ്ടായപ്പോൾ അന്ന് ഈ അറബ് ലോകത്ത് വലിയ ചർച്ചയായി. അതെന്തിനാണ് അങ്ങനെ? നിങ്ങളപ്പോൾ നമ്മളുടെ ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയാണോ? യാസർ അറാഫത്ത് വലിയ വിമർശനം നേരിട്ടു ഈ പറയുന്ന അറബ് ലോകത്ത് നിന്ന്. അങ്ങനെ ജോഹന്നസ്ബർഗിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ, ഒരു സമ്മേളനത്തിൽ ഈ യാസർ അറാഫത്ത് അറബ് ഈ നേതാക്കളെ ശമിപ്പിക്കാൻ വേണ്ടി, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ വാചകം ഇതൊരു ഹുദൈബിയ സന്ധി മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഹുദൈബിയ സന്ധി മാത്രമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. ഇത് നമുക്ക് ശക്തി ഉണ്ടാകുന്നതുവരേക്കും നമുക്കൊരു ലേശം സമയം, ജസ്റ്റ് ബൈ ടൈം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയൊരു വഴി മാത്രമാണ് എന്ന് പച്ചയ്ക്ക് പറയാതെ പറയുന്നൊരു കാഴ്ച. ഇതാണ് ഈ ഹുദൈബിയ സന്ധിയുമായിട്ട് ഓസ്ലോ കരാറിനെ കമ്പയർ ചെയ്തതുമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയാം. ഇതറിയാതെയാണ് പല കാക്കമാരും പല ഇടത് ബുദ്ധിജീവികളും ഇന്ന് ഈ പറയുന്ന ഓസ്ലോ കരാർ ലംഘിച്ചത് ഇസ്രായേലാണെന്നും പറഞ്ഞിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പോയി മദ്രസയിൽ പോയിട്ട് ആദ്യം ഹുദൈബിയ സന്ധി എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് വാ നമ്മുടെ അടുത്ത് സംസാരിക്കാമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അവർ പച്ചയ്ക്ക് അറാഫത്ത് പറഞ്ഞ കാര്യം ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും, നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ കേൾക്കാം. പറഞ്ഞ കാര്യമാണ് ഇതൊരു ഹുദൈബിയ സന്ധിയാണ് എന്ന്. അപ്പോൾ ഹുദൈബിയ സന്ധിയാണെന്ന് പറഞ്ഞപ്പോൾ ആരും അവിടെ ഇരുന്നിട്ട് അതിന് ഹുദൈബിയ സന്ധി നമ്മളെ മഹത്തരമായ സന്ധിയല്ലേ എന്ന് പറഞ്ഞിട്ട് അറാഫത്തിനെ ആരും ചോദ്യം ചെയ്തില്ല. കാരണം എന്താ? അറബികൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ഹുദൈബിയ സന്ധി എന്ന്. അത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വഞ്ചനയുടെ കരാറാണ്, അതൊരു തക്കിയാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരുന്നു അറബികൾ. പക്ഷേ നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പിന്നെ ഈ ഇടത് ബുദ്ധിജീവികൾക്കും ഈ സാധനം അറിയില്ല എന്നതുകൊണ്ട് അവർ ഈ സാധനം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചൊറിഞ്ഞു പൊട്ടും അവർക്ക്. അത് നമ്മുടെ വിഷയമല്ല, നിങ്ങൾ പോയി പഠിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു കൃത്യമായിട്ട് മുഹമ്മദ് നബി പോലും ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ് കരാറുകൾ ലംഘിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് തക്കിയ കളിച്ചിട്ട് സാഹചര്യം അനുകൂലമാകുന്നവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരുടെ അജണ്ടയിലുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, അതായത് യഥാർത്ഥത്തിൽ ഇവരെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ ചോദിച്ചത് അതാണ്.
ഈ മതരാഷ്ട്രവാദം ഇന്ന് അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ടോ ഇല്ലേ ഇത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ്, ഇത് ഇന്ത്യ വെബ്സൈറ്റ്. അപ്പോൾ അതിനകത്തൊരു സെക്ഷൻ ഹു വി ആർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, അതിനകത്ത് വാട്ട് വി ആർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അതിലെഴുതിയിരിക്കും ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഈസ് എ സോഷ്യൽ റിലീജിയസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് എയിംസ് ടു അപ്ഹോൾഡ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് സബ്മിറ്റ്സ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ഭരണത്തിൽ വന്നാൽ എല്ലാവരും ഈ സാധനത്തിലേക്ക് വരണ്ടേ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ സ്വയം ചോദിക്കുക. ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത എല്ലാ ആളുകളും സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ കഴിയുമോ ഇല്ല എന്ന് ചോദിക്കുക. ഇതൊരു വർഗീയ സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഇതൊരു മതപരമായിട്ടുള്ളൊരു തീട്ടൂരമാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് BJP-കാരന് ചോദിക്കാം, കമ്മ്യൂണിസ്റ്റുകാരന് ചോദിക്കാം, ഈ പറയുന്ന സതീശനോട് യോജിക്കാത്ത കോൺഗ്രസ്സുകാർക്ക് യോജിക്കാം, എല്ലാവർക്കും സ്വയം ചോദിക്കാവുന്ന കാര്യമാണ് ഇവിടെ ഞാനിപ്പോൾ വായിച്ചത്. അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ റിലീജിയസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് എയിംസ് ടു അപ്ഹോൾഡ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് സബ്മിറ്റ്സ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഒരു ഇച്ഛയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ സാഷ്ടാംഗം കുനിഞ്ഞു കൊടുക്കുന്നൊരു സാധനം, അതാണ് ജമാഅത്ത് ഇസ്ലാമി. ഇനി എന്താ ഞങ്ങൾ ചെയ്യണമെന്നുള്ളത്? വി സ്ട്രൈവ് ടു കൺവേ ദ മെസ്സേജ് ഓഫ് ഇസ്ലാം ടു ഫെലോ സിറ്റിസൻസ്. ഇസ്ലാമിൻ്റെ സന്ദേശം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് റീകൺസ്ട്രക്ട് ദ സൊസൈറ്റി ബൈ ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് റിഫോമിങ് ഓൾ കളക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് സംഗതികളെ പരിഷ്കരിക്കാൻ നോക്കുക. ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണ്? അത് നമുക്ക് കാണാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടു, സിറിയയിൽ കണ്ടു, യമനിൽ കണ്ടു, അവിടെ പല സ്ഥലത്തും, തുർക്കിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പല സ്ഥലത്തും നമ്മൾ കണ്ട സാധനമാണ്. ഇനി വി ബിലീവ് ദാറ്റ് ദ സൊല്യൂഷൻ ടു അവർ പ്രോബ്ലംസ് ലൈസ് in complete obedience to our Creator and Sustainer, and by following the way of life propounded by His divine books and His noble messengers. എന്ന് വെച്ചാൽ പടച്ചോനും മുഹമ്മദ് നബിയും അതുപോലെയുള്ള മറ്റ് പ്രവാചകന്മാരെയൊക്കെ അനുധാവനം ചെയ്യുക. ഇതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അല്ലാതെ നിങ്ങളുടെ ഗീതയോ ബൈബിളോ ഒന്നുമല്ല എന്നതാണ്. The underlying and ultimate aim of all our endeavors is to seek the pleasure of Almighty God and success in the afterlife. അതും കൂടാതെ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? അതായത് പടച്ചോൻ്റെ ആ ഒരു കടാക്ഷം അത് നമ്മൾ പ്രതീക്ഷിക്കുക. അതോടൊപ്പം തന്നെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനം ഹൂറികളെയും കൂടി ഉറപ്പാക്കുക. ഇതാണ് അവിടെ പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്. ഇതിങ്ങനെ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ കൂടിയ സാധനമാണെന്നൊക്കെ തോന്നും. ആഫ്റ്റർ ലൈഫ്, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഇതാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പഴയതല്ല, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ കിട്ടുന്ന സാധനം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇനി അടുത്തത് അവർ ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തഡോളജി. ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്? ഒബ്ജക്റ്റീവ് ആദ്യം വായിക്കാം. ഇക്കാമത്ത് ദീൻ ഈസ് അവർ ഒബ്ജക്റ്റീവ്. എന്തുകൊണ്ടാണ് ഈ സാധനം ഈ പറയുന്ന ഇക്കാമത്ത് ദീൻ എന്ന് പറയുന്നത്? ടേം ഇക്കാമത്ത് ദീൻ ലിറ്ററലി മീൻസ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അപ്ഹോൾഡിംഗ് ദ ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് വിച്ച് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി മുസ്ലിം. എന്തുകൊണ്ടാപ്പോൾ നമ്മൾ പറഞ്ഞത്? ഞകുലേട്ടാ നമ്മൾ എന്താപ്പോൾ പറഞ്ഞത്? ഇക്കാമത്ത് ദീൻ. ഇക്കാമത്ത് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അപ്ഹോൾഡിങ് ദ ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രമാക്കണം. ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇക്കാമത്ത് ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതരാഷ്ട്രം അതുണ്ടാക്കുക. അവിടെയാണ് നമുക്ക് ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് അവിടെ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതും കൂടിയാണ് അവിടെ പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ പ്രസംഗത്തിൽ കേട്ടത്. നിങ്ങൾക്ക് നിസ്കാരം, ഹജ്ജ്, നോമ്പ്, എന്ത് സാധനം നടക്കണമെങ്കിൽ അത് ഈ സാധനം വേണമെന്ന് പറയുന്നതാണ്. വി കൺവേ ദ മെസ്സേജ് ഓഫ് ഗോഡ്, അതായത് ദീൻ, ടു ഓൾ ഹ്യൂമൻ ബീങ്സ് ആൻഡ് urge them to make it the guiding principle in all the arenas of their lives, including individual and collective ones, the real motive of which is solely the achievement of divine pleasure and success in the hereafter. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഡിവൈൻ പ്ലഷർ, നമ്മുടെ രതിമൂർച്ച, അവിടെ ഹൂറികളെ പൂശുമ്പോൾ കിട്ടുന്ന രതിമൂർച്ച, ആൻഡ് സക്സസ് ഇൻ ദ ഹിയർ ആഫ്റ്റർ എന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിലെത്തണം, ഹൂറികളെ കിട്ടണം. ഇനി അടുത്തത് ഇതിൻ്റെ മെത്തഡോളജി. ദ ഖുറാൻ ആൻഡ് സുന്ന ഷാൽ ഫോം ദ ബേസിസ് ഓഫ് ഓൾ ദ JIH ആക്ടിവിറ്റീസ്. അതായത് ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സതീശ വാടാ പറഞ്ഞത് ഇതാണ്. ഇനി സതീശൻ അറ്റഞ്ചെത്തും, നിസ്കരിക്കും, നോമ്പെടുക്കും, ഇതെല്ലാം അവിടെ നടക്കും. കാരണം ഇങ്ങനെയാണ് ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓൾ അതർ തിങ്സ് ഷാൽ ബി കെപ്റ്റ് ഇൻ വ്യൂ സെക്കൻഡറിലി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ താഴെ. ആൻഡ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദീസ് കുഡ് ബി അക്കോമഡേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഖുറാൻ ആൻഡ് ദ സുന്ന. എന്ന് വെച്ചാൽ ഇപ്പോൾ ജനാധിപത്യം നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, മതേതരത്വം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. കാരണം എന്താണ്? അത് സുന്ന പ്രകാരം അത് തെറ്റാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ നിങ്ങൾക്ക് ഇലക്ഷൻ ഹറാമാണ്, വോട്ട് ചെയ്യാൻ ഹറാമാണ്. കേട്ടില്ലേ നേരത്തെ നമ്മളെ മൂപ്പിലാൻ പറഞ്ഞത്? നിങ്ങൾ കേട്ടാണ്. വോട്ട് ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിമിന്. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. പക്ഷേ നമ്മളെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ അതാണ് നമ്മൾ ചോദിക്കുക, വോട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്? ഇതറിയാത്തതുകൊണ്ട്.
എനിക്കറിയുന്ന നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്ന ഒരു കൂട്ടം ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെയും കൊണ്ടുപോയി ഒരു സ്റ്റഡി ക്ലാസ്സിൽ ഒരു മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരു പരിപാടി ഉണ്ട്, എല്ലാവരും കൂടുക, ഒരു ഹൽക്കയോ എന്തോ ഒരു സാധനം പറയും, എന്നിട്ട് വരൂ നമുക്ക് ഇരിക്കാൻ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് എന്താണ്, വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ഹറാമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരു അരണ്ട വെളിച്ചത്തിൽ ഇരുന്നിട്ട് ഒരു ഷെഡിൽ കയറ്റി ഇരുത്തി നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ പന്തികേടുണ്ട്. നമുക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും ഒന്നില്ല. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ 7ാം കണ്ട് പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഇതെന്തോ പ്രശ്നം തോന്നിയിട്ട് ഞാൻ പിന്നെ ആ പരിപാടിക്ക് പോയില്ല. ഒന്നാമത് നമുക്ക് പഠിക്കേണ്ട ഒരു സമയവും അതിലോട് കൂടുതൽ താല്പര്യം, പ്രത്യേകിച്ച് പിന്നെ നമ്മളെ സോഷ്യൽ സയൻസ് അതുപോലെ സിവിക്സ് ഇതൊക്കെ പഠിക്കുന്ന ആളും കൂടി ആകുമ്പോൾ നമുക്ക് അതൊക്കെയായിരുന്നു കൂടുതൽ താല്പര്യം. ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേ തലയിൽ കയറിയ സാധനമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ ആകെ കൂടി നമ്മൾ എന്തെങ്കിലും നാടകത്തിലോ വല്ല സ്കിറ്റിലോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനം, ഭഗത് സിംഗ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വെടി കൊണ്ട് നടക്കുന്ന ജവാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേത്തൊക്കെ ചുവന്ന മഷിയൊക്കെ വാരി പൂശി, അതൊക്കെ ഒരു കാലം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമാണ് ഈ പറയുന്നത്, പണ്ടേ ഉള്ളതാണ്. അതിന് വിഘാതം നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കാര്യങ്ങൾ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലും കേൾക്കുമ്പോൾ പന്തികേട് തോന്നി തിരിഞ്ഞ് നടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഓരോ വ്യക്തിക്കും നടക്കേണ്ടത്, സാധിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഈ പറയുന്ന സാധനം അത് നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരാണ്. ഈ രാജ്യ താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും രാജ്യ അതിർത്തി, നമ്മളെ മൈത്രേൻ്റെ ഒരു സംഗതിയൊക്കെ എന്തോ വലിയ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു, ഞാൻ കണ്ടില്ല. നമ്മൾ പറയുന്നത് രാജ്യം അതിർത്തികളില്ലാത്തൊരു ലോകം നമുക്ക് സ്വപ്നം കാണാം, അതതിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ്. പക്ഷേ നിലവിൽ അതിർത്തികളുണ്ട്. ഒരു വലിയൊരു കാലഘട്ടത്തിലേക്കെങ്കിലും അതുണ്ടാകും. അതുണ്ടാകുന്ന കാലത്ത് നമുക്ക് ഏതായാലും അത് മാറ്റിയിട്ട് ബാക്കി എന്ന് പറയുന്നതിനോട് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേ അല്ല. ഇപ്പം നമുക്ക് അതിർത്തികളുണ്ട്, അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതുപോലെ ഹൂറികൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് മനുഷ്യർ ജീവനോടെ ഇരുന്നു കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഇന്നിവിടെ നടത്തേണ്ടത്. അവിടെ രാജ്യ അതിർത്തി ഒരു ഘടകമാണ്. പക്ഷേ നിങ്ങൾക്ക് വിസ ഫ്രീ എൻട്രി ആയിട്ടോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വിസ ഇതുപോലെയുള്ള വലിയ ചെക്കിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി റീസൺസിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ ഒരു കുറേ കാലത്തേക്കെങ്കിലും ഇവിടെ കാണും എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മറ്റൊരു വ്യവസ്ഥിതി, ഒരു രീതി, അതിപ്പോൾ ഇവിടെ നമ്മുടെ വിഷയമല്ല. മൈത്രേനെ അത് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഒരു ഗോളായിട്ട് പറയുന്നതിൽ തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. ഈ തീവ്രവാദം, ക്രോസ് ബോർഡർ ടെററിസം എന്നൊരു പ്രശ്നമാകുമ്പോൾ അവിടെ നമ്മൾ രാജ്യാതിർത്തിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ടെററിസത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്, അത് കുറയ്ക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളതിന് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നേഷൻ അത് നമ്മൾ ഉറക്കെ പറയും, അവിടെ പാട്രിയോട്ടിസം അവിടെ കുറച്ച് കൂടുതലുണ്ടാകും, നമ്മൾ ചേർക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ അവർ പറയുന്നൊരു കാര്യം, ഇത് ദീർഘിച്ചു പോകുന്നതിന് ക്ഷമിക്കുക. ഇൻ ഓൾ ഇറ്റ്സ് ആക്ഷൻസ് ദ ജഹാദ് ഷാൽ ബി ബൗണ്ട് ബൈ മോറൽ ലിമിറ്റ്സ്. ഈ മോറൽ ലിമിറ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തോ നമ്മളുടെ ധാർമ്മികമായ എന്തോ സാധനം. ഇസ്ലാമിലെ ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനും ഹദീസും സുന്നത്തും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സാധനമേ ഉള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും നടക്കില്ല. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. And shall never adopt such means or ways which are against truth and honesty, or through which may come about communal hatred, class struggle and fasad fil ard, which signify social chaos, discord, anarchy, corruption and mischief in the land. ഇതൊക്കെ പറയും, പക്ഷേ ജിഹാദാണ് കേട്ടോ നമ്മളെ വഴി, അത് വേറെയും പറയുന്നുണ്ട്. ഇനി for the achievement of its objectives, the JIH shall adopt constructive and peaceful methods. That is, it shall reform the mental outlook, character and conduct through propagation of Islam. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ചുറ്റിനും നോക്കുമ്പോൾ വലിയ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻ എന്താണ്? മക്കളെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇവിടെ വലിയ വർഗീയതയാണ്, വലിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ എന്താ? നീ ഏതാ വർഗം? നീ ഹിന്ദു. നീ ഏതാ വർഗം? നീ മുസ്ലിം. നിങ്ങളിതിനെ അടി കൂടുന്നത് അവൻ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അത്രയാണ് പ്രശ്നം. എന്നാ അടാ ഹിന്ദു ഇങ്ങോട്ട് വാടാ, നീ മതം അങ്ങോട്ട് മാറ്, മുസ്ലിം ആവ്, പ്രശ്നം തീർന്നില്ല, സോൾവ്. ഇതാണ് അവിടെ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന മെൻ്റൽ ഔട്ട്ലുക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ക്യാരക്ടർ മാറ്റിക്കൊണ്ട് എങ്ങനെയാണോ സമാധാനം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ത്രൂ പ്രൊപ്പഗേഷൻ ഓഫ് ഇസ്ലാം. ഈ ചെയ്യുന്ന രീതിയാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അത് പല ലെവലിലുള്ള ജിഹാദ് ഉണ്ട്. ജിഹാദ് സംബന്ധിച്ചുള്ള സംവാദം വേറെ വരുന്നുണ്ട്, അത് അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇസ്ലാമിക് ഐഡിയാസ് ആൻഡ് ദസ് ഷാൽ train public opinion in order to bring about the desired righteous revolution in the social life of the country. എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് റെവല്യൂഷനാണ് അവിടെ കൊണ്ടുവെക്കുക. ഇത് മൗദൂദി പഠിപ്പിച്ച സാധനമാണ്. ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമി വാസ് ഫൗണ്ടഡ് ഇൻ 26 ഓഗസ്റ്റ് 1941 at Lahore under the leadership of Maulana Sayyid Abdul A'la Maududi in the undivided India. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇവർ നേരത്തെ പറഞ്ഞു മൗദൂദിയെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. മൗദൂദിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മൗദൂദിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത് പോലും?
ഇന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. ഫൗണ്ട് ചെയ്ത കാര്യം തൽക്കാലം അങ്ങ് മാറ്റി വെക്കുക. നമ്മൾ മൗദൂദിയുടെ ഒരാശയം പോലും ഇതിനകത്ത് വെക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധിയല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. ആ നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. കാരണം എന്താണ്, ഞാൻ ഇത് സംബന്ധിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാനൊരു ചിത്രം വെച്ചിരുന്നു, മൗദൂദിയുടെ ചിത്രം. അതായത് അന്ന് ഞാൻ പറയുകയും ചെയ്തു, ഈ മൗദൂദിയെ തള്ളി പറഞ്ഞ ആളുകൾ ഇന്നും അവരുടെ വെബ്സൈറ്റിൽ മൗദൂദിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാനന്ന് പറയും. ആ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ കയറി നോക്കിക്കോളൂ. ഞാൻ കയറിയപ്പോൾ കണ്ടില്ല. അതിനെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് ഇട്ട് തരാം. മൗദൂദിയുടെ ചിത്രം കാണാനില്ല. അപ്പോൾ അവരത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൗദൂദിയുടെ ചിത്രം പ്രശ്നമാണ്, മൗദൂദി ഉണ്ടായാൽ കുഴപ്പമാണെന്ന് അവർക്കറിയാം. പക്ഷേ മൗദൂദി ഈ എഴുത്തിൽ അവർ നിലനിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മൗദൂദിയെ ഇവർക്ക് ഡിവോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പച്ചയായ പരമാർത്ഥം. ഇതാണ് അവിടെ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഭാഗം അവർ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. ആകത്തുക നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ഐ എം എ മുസ്ലിം ഓൺലി സോ ലോങ് ആസ് ഐ അപ്ഹോൾഡ് ദ ഇസ്ലാമിക് വ്യൂ പോയിന്റ് ഇൻ എവറി കൺസേൺ ഓഫ് ലൈഫ്. If I have shifted to another viewpoint, it would be simply absurd on my part to think that I still retain the state of being a Muslim. To be a Muslim and to adopt a non-Islamic viewpoint is only meaningless. Muslim nationalist and Muslim communist are as contradictory terms as communist fascist, socialist capitalist, chaste and prostitute. ഈ ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളൊരു ആരാവുന്നു, നിങ്ങളൊരു മുസ്ലിം നാഷണലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെക്യുലർ മുസ്ലിം ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചേസ്റ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നതിന് തുല്യം, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ആണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് ആരാ പറയുന്നത്? ഈ മൗലാന മൗദൂദി. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചാരകൻ. ഇത് നേരത്തെ പറഞ്ഞു, ഇത് ഈ വ്യവസ്ഥിതി ഉണ്ടാക്കുക, ഇത് ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്, അതിൻ്റെ അപ്പുറത്തേക്കാണ്, ഖിയാമത്ത് നാൾ വരെയാണ് എന്ന് നേരത്തെ പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഈ വ്യവസ്ഥിതിയെക്കുറിച്ചും ഈ ഇസ്ലാമിക രാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള പറയാനുള്ള കാര്യങ്ങൾ ഇത് അവിടെ ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന സാധനങ്ങളാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ ഇൻറ്റേർണലി സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് നേരത്തെ വാർത്തയിൽ അവിടെ അരുൺകുമാർ ചോദിച്ചു, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അവരുടെ എന്തെങ്കിലും മിനിറ്റ്സോ എന്തെങ്കിലും സാധനം പുറത്തുവിട്ട് ഇല്ല. ഇത് വാക്കാൽ പറഞ്ഞു വെക്കുന്ന കാര്യം മാത്രമാണ്. ഇതിന് ഒരു വാലിഡിറ്റി ഇല്ല. ഇത് ഹുദൈബിയ സന്ധി മാതിരി ഒരു സാധനം മാത്രമാണ്. അതായത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടവ് നയം മാത്രമാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഈ പറഞ്ഞ സാധനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇത് QR കോഡ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് ഇന്നത്തെ മൊബൈലിലൊക്കെ നേരെ ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പോവുക, വായിക്കുക. വായിച്ച് നിങ്ങൾ ഉത്ബുദ്ധരാവുക, കോൾമയർ കൊള്ളുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.